ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ക്ലോക്കാണ്. അതിനെ ബാറ്ററി ഇട്ട് റെഡിയാക്കിയപ്പോൾ അത് ഒട്ടും ഓടാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ പുതിയ ക്ലോക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ ക്ലോക്ക് വാങ്ങിച്ചു. അപ്പോൾ നേരത്തെ വിട്ടിരുന്ന ക്ലോക്കിന് പപ്പ പറയുന്നത് കേട്ട് 30 രൂപയോ 80 രൂപ കണ്ടേ ഉള്ളായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ എന്തായാലും ഒരു ക്ലോക്ക് വാങ്ങിച്ചു, പുതിയ ക്ലോക്ക് അങ്ങനെ അതിഥിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യലാക്കാൻ കാരണം എന്ന് വെച്ചാൽ തലേന്ന് ഇച്ചിരി അരി വെള്ളത്തിലിട്ടിരുന്നു, പക്ഷേ അത് അരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കത് അരച്ചങ്ങ് അപ്പം ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞു അപ്പം ഉണ്ടാക്കി ചിലപ്പോൾ സക്സസ് ആവത്തില്ല, നമുക്കത് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പുട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ അരി പൊടിച്ച് നമ്മൾ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് പുട്ടുണ്ടാക്കി കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ്. അപ്പോൾ സാധാരണ വൈകുന്നേരം ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുളിക കഴിക്കുമ്പോഴും ഒക്കെ വിശക്കും, വീണ്ടും വീണ്ടും വിശക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ അറിയാറുണ്ട്, ശരിക്കും വണ്ണം വെക്കുന്നുണ്ട്. അപ്പം ഷുഗർ കുറയുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം വൈകിട്ട് ചോറ് മാത്രമല്ല, എന്തെങ്കിലും ചപ്പാത്തി ഐറ്റം എന്തെങ്കിലും എൻ്റെ കൂടെ കാണും. അപ്പോൾ അതിന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടിന് കറി ഉണ്ടാക്കാൻ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടക്കറിക്കുള്ള നമ്മുടെ പെരിഞ്ചീരകമെല്ലാം വറുത്ത് പൊടിക്കാനായിട്ടുള്ളത് വറുത്ത് മാറ്റി വെക്കാനാണ്. അപ്പോൾ മുട്ടക്കറി നമ്മൾ കടയിൽ വെക്കുന്ന പോലെ ഇച്ചിരി മധുരമൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് അല്ലേ കടയിലെ മുട്ടക്കറി, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം പെരിഞ്ചീരകമെല്ലാം വറുത്ത് മാറ്റി. അപ്പം പുട്ട് നമ്മുടെ ഏകദേശം ഒരു ആവി പിടിച്ചു. ഇത് ഇഡലിക്കുട്ടകത്തിൽ വെക്കുന്ന പുട്ട് കേട്ടോ, പുട്ടുകുറ്റിയില്ല. അപ്പോൾ ഇഡലിക്കുട്ടകത്തിലാണ് ഞങ്ങൾ സാറിന് ഇവിടെ പുട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ വാഴയിൽ ഇങ്ങനെ വളച്ച് ഒരു കുഴൽ പോലാക്കി അതിനകത്ത് ഇങ്ങനെ നിറച്ച് ചെറിയ കുറ്റിപ്പുട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ രാത്രി അതിന് സമയമില്ലാത്തത് കൊണ്ട് ഇഡലിക്കുട്ടത്തിലാണ് പുട്ടുണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് പുട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഇപ്പം കാണുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ ഏകദേശം ഓക്കെ ആയി. ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ പുട്ട് വേവും കേട്ടോ. പുട്ടെല്ലാം കൂടെ ഒറ്റ അടിക്ക് വേവുമല്ലേ, ഓരോ കുറ്റിയാണെങ്കിൽ അതിൻ്റെതായ സമയം പോകും. അപ്പോൾ ഇതാ ഇച്ചിരി എളുപ്പം തോന്നുക കേട്ടോ. എന്തായാലും കുറ്റിപ്പുട്ട് വരുമ്പോൾ നമ്മൾ പൊടിച്ചല്ലാത്ത പുട്ടാക്കും. പിന്നെ മുട്ട അതിട്ട് പാത്രത്തിൽ കറുത്തിരിക്കുന്ന കാരണം ഇന്നലെ അമ്മ പയറ് വേവിച്ചപ്പോൾ അത് കരിഞ്ഞു പോയി. അങ്ങനെ അടി പിടിച്ച കേട്ടോ പാത്രം കറുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട കറിയും വെച്ചു, പുട്ടും എടുത്തു. ഇത് കുഞ്ഞിനെടുത്ത പുട്ട് കേട്ടോ. അവളും അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ അകത്തോട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും നമുക്ക് അടുത്ത വട്ടം കാണാം.